ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്നത് സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 3-11. 2 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്നത്. പ്രാരംഭമായി അതിന്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ ലേഖനത്തെ പറ്റി 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. കൊരിന്ത്യ സഭ പൗലോസ് തന്റെ മിഷൻ യാത്രയിൽ ഏകദേശം 1.5 വർഷത്തോളം കൊരിന്ത് പട്ടണത്തിൽ പാർത്തുകൊണ്ട് താൻ സ്ഥാപിച്ച ഒരു സഭയാണ്. ഈ ലേഖനം മറ്റ് ലേഖനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ലേഖനമാണ്. ഈ ലേഖനങ്ങളെ പഠിക്കുന്നവർ പറയുന്നത് പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും പേഴ്സണലായ ലേഖനം, ദ മോസ്റ്റ് പേഴ്സണൽ ലെറ്റർ ഓഫ് പോൾ. പൗലോസിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. പൗലോസ് എന്ന് പറയുന്ന സഭയുടെ പാസ്റ്ററിന്റെ ഹൃദയം താൻ തുറന്നു കാണിക്കുന്ന ഒരു ലേഖനമാണിത്. പ്രത്യേകിച്ചും പാസ്റ്റർമാര് അവരുടെ വിഷയങ്ങൾ അങ്ങനെ പറയാൻ വിശ്വാസികളോട് പറയണമെന്നില്ല. പൗലോസിന്റെ മറ്റു ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര സിവിയറായി ഹാർഷ് ആയിട്ടൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന, വളരെ തിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ലേഖനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൗലോസിന്റെ ബ്രോക്കൺ ഹാർട്ട്, തന്റെ നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ചുണ്ടായ ഒരു കാരണം, താൻ സ്ഥാപിച്ച കൊരിന്തിലെ സഭയിൽ ഈ 2 കൊരിന്ത്യ ലേഖനം എഴുതുന്നതിന്റെ പശ്ചാത്തലം ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അധ്യായത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ സംഭവിച്ച ഒരു കാര്യം, സഭയ്ക്കകത്തേക്ക് പൗലോസിന് ശേഷം ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ കടന്നുകൂടി പൗലോസിനെതിരെ പല വിധത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ച് പൗലോസിന്റെ ശുശ്രൂഷയെയും ജീവിതത്തെയും ചോദ്യം ചെയ്ത് ജനത്തെ പൗലോസിൽ നിന്ന് മാറ്റിക്കളയുന്ന നിലയിലേക്ക് അവർ സഭയിലെ ആത്മീക അവസ്ഥകൾ മലിനപ്പെടുത്തുന്ന ഒരു സമയത്താണ് താൻ ഈ ലേഖനം എഴുതുന്നത്. പ്രത്യേകിച്ചും ഈ ലേഖനത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ശക്തമായി അവർക്കെതിരെയുള്ള പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കാണാം. അവരെ പൗലോസ് വിളിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, സൂപ്പർ അപ്പോസ്റ്റൽസ് എന്നുള്ള ഒരു പേരിലാണ് അവരെ വിളിക്കുന്ന. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെന്നൊക്കെ പൗലോസ് അവരെ പറ്റി പറയുന്നത് നിങ്ങൾ ഒരു പക്ഷെങ്കിൽ വായിച്ചിട്ടുണ്ടാകും. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെങ്കിലും ഈ പറയുന്ന കാര്യം ഇന്ന് നമ്മൾ വായിക്കുന്നതിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് പ്രാരംഭത്തിൽ പരിചയപ്പെടുത്തുകയാണ്. പലരും കടന്നു വന്ന് പൗലോസിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുമ്പോൾ, പൗലോസിന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, പൗലോസ് അതിനൊരു മറുപടി എന്ന വണ്ണം തന്റെ ഉപദേശത്തെയും തന്റെ ശുശ്രൂഷയെയും തന്റെ ക്യാരക്ടറിനെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ താൻ എഴുതി അവരെ തന്റെ സൈഡ്, തന്റെ ഹൃദയം അവർക്ക് കാണിച്ച് തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ലേഖനമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന പൗലോസിനെതിരെ ഉണ്ടായിരുന്ന വാദങ്ങളോടുള്ള ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നമ്മൾ ഇന്ന് എടുത്ത വേദഭാഗം അതിന്റെ 1-ാമത്തെ അധ്യായമാണ്. 3 മുതലുള്ള വാക്യങ്ങൾ, പ്രാരംഭ വാക്യങ്ങളിലെ ഒരു ഗ്രീറ്റിങ്ങിന് ശേഷം പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. 3-ാമത്തെ വാക്യം, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഈസ് പ്രൈസിങ് ഗോഡ്. ഈ 3-ാമത്തെ വാക്യത്തിൽ 2 വാക്കുകൾ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. 2 വാക്കുകൾ. ഒന്ന്, മനസ്സലിവുള്ള പിതാവ്, ഫാദർ ഓഫ് മേഴ്സീസ് ഓർ ഫാദർ ഓഫ് കമ്പാഷൻ. അതോടൊപ്പം പറയുന്നത് സർവ ആശ്വാസവും നൽകുന്ന ദൈവം, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്, ഗോഡ് ഓഫ് ഓൾ കൺസലേഷൻസ്.
ഈ രണ്ട് വാക്കുകൾ ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. ദൈവത്തെ താൻ സ്തുതിക്കുമ്പോൾ, താൻ ദൈവത്തെ വാഴ്ത്തുമ്പോൾ അതിന്റെ കാരണം പൗലോസ് പറയാണ്, ഇത് മനസ്സലിവുള്ള ഒരു പിതാവാണ്, സകല ആശ്വാസവും നൽകുന്ന ഒരു ദൈവമാണ്. ഈ തിരിച്ചറിവ് ഒരുപക്ഷെങ്കിൽ പൗലോസ് ഇത് എഴുതാൻ കാരണം പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് താൻ മനസ്സിലാക്കിയ ദൈവത്തിന്റെ ക്യാരക്ടർ ആവാം. പ്രത്യേകിച്ച് നമുക്ക് വളരെ അടുത്തറിയാവുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സങ്കീർത്തനം 103 പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് ആശ്വസിപ്പീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. ആ ആശയം എടുത്തിട്ടാണ് പൗലോസ് ഇവിടെ 3-ാം വാക്യത്തിൽ പറയുന്നത് മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസത്തിന്റെ ദൈവം, കമ്പാഷൻ, മേഴ്സി ഓഫ് ഗോഡ്. എന്തുവാണ് ദൈവത്തിന്റെ മനസ്സലിവ്? എന്തുവാണ് ദൈവത്തിന്റെ കരുണ? ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ദൈവത്തിന്റെ കമ്പാഷൻ നമ്മൾ കാണുന്നത് പാപികളെ തേടിച്ചെന്ന് ആ പാപികളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു മനസ്സലിവുണ്ട്. പ്രത്യേകിച്ച് നമ്മളത് കാണുന്നത് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം വളരെ അടുത്തറിയാവുന്ന ഒരു വാക്യമാണ്. അത് നമുക്ക് നോക്കാം. എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4 ഒന്ന് നോക്കാമോ? എഫേഷ്യൻസ് 2:4. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ കരുണ, കരുണാസമ്പന്നനായ ദൈവം, അതിക്രമത്തിൽ പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യരെ തേടി വന്ന ദൈവത്തിന്റെ കമ്പാഷൻ, മനസ്സലിവിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് ആ രക്ഷയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മനസ്സലിവ്, പാപികളെ രക്ഷിപ്പാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരുണ, കഷ്ടതയിലിരിക്കുന്ന അവിടുത്തെ മക്കളെയും ആശ്വസിപ്പിക്കുന്നതാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. God's love that came down to save the people is comforting people in trouble. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ജനത്തിന് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സലിവ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സർവാശ്വാസം, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് എവർ റെഡി. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ പൗലോസ് ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഗോഡ് ഈസ് ക്ലോസ്, ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 46-ാം സങ്കീർത്തനമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഗോഡ് ഈസ് ആർ refuge and strength and ever present help in times of trouble. ദൈവം സങ്കേതോപലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ, ഏറ്റവും അടുത്ത തുണ. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ ഏറ്റവും സമീപത്ത് ഇറങ്ങി വന്ന് നമുക്ക് ആശ്വാസം നൽകിയ, നമുക്ക് ബലം നൽകിയ കർത്താവിനെ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും സ്തുതിക്കാൻ വകയില്ലേ? പോയ ദിവസങ്ങളിൽ നമ്മളിൽ എല്ലാവരും അനുഭവിച്ചതാണ് ഈ ആശ്വസിപ്പിക്കുന്ന, ഈ മനസ്സലിവുള്ള പിതാവിന്റെ സാന്നിധ്യം. ജീവിതത്തിലെ കഠിനമായ സാഹചര്യത്തിൽ അനുഭവിച്ചവർ ഇന്ന് പ്രഭാതത്തിലും കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഇവിടെ നോക്കിയാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, ഈ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് മനസ്സലിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം, ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആശ്വാസം നൽകുന്ന ദൈവത്തെ പറ്റി പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഈസ് ദി ഫാദർ ആൻഡ് ഗോഡ് ഓഫ് ജീസസ്. അതിന്റെ അർത്ഥം ഈ ആശ്വസിപ്പിക്കുന്ന, ഈ മനസ്സലിവുള്ള ദൈവത്തെ അറിയാനുള്ള ഏക വഴി യേശുക്രിസ്തു ആണെന്നാണ് പറയുന്നത്. This God can only be known in Jesus Christ.
കുറച്ചും കൂടെ ആ വാക്കിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ പിതാവ് നമ്മളുടെ പിതാവായി എന്നല്ലേ അതിന്റെ അർത്ഥം. ഹിസ് ഫാദർ became our father through the great sacrifice the son made. ദൈവത്തിന്റെ പുത്രൻ യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്ത മഹായാഗം നിമിത്തം ആ പിതാവ് എന്റെ പിതാവായി തീർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക്, ലോകം അറിയണം. എന്തുവാണ് ലോകം അറിയേണ്ടത്? അങ്ങനെ സ്നേഹിക്കുന്നത് പോലെ അങ്ങ് ഇവരെയും സ്നേഹിക്കുന്നു എന്നറിയണം. God loves us just as he loves his son. ദൈവം തന്റെ പുത്രനായ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെയും സ്നേഹിക്കുന്നു. ആ മനസ്സലിവ്, ആ ദൈവത്തിന്റെ, ആ പിതാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ വഴി തുറന്നത് അവിടുത്തെ പുത്രനാണെന്ന് നമ്മൾ മറക്കരുത്. We must praise God. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അവിടുത്തെ പുത്രനിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ ആ കംഫർട്ടിംഗ് പ്രസൻസ് അനുഭവിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഇത് 3-ാമത്തെ വാക്യം പൗലോസ് തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേണേ നമുക്ക് കാണാം. 3 മുതൽ ഈ ഒരു ഭാഗം കഴിയുന്നത് അതിന്റെ 7 അല്ലെങ്കിൽ 11 വരെയുള്ള വാക്യമാണ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആകുന്ന. ആ ഒരു പറയുന്നു വരുന്ന ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ചും അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ അതിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. 3-4 വാക്യം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ വായിച്ച വാക്യത്തിൽ ആവർത്തിച്ചു വന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സർവാശ്വാസം, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ആശ്വാസം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുന്നു. 3 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാൽ ആവർത്തിച്ചു വരുന്ന വാക്ക് കംഫർട്ട്, കംഫർട്ടിങ്, ആശ്വാസം, ആശ്വസിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഒന്ന് കണക്ക് എടുത്താല് ഏകദേശം 10 തവണ ഈ വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നത് ആശ്വാസം എന്നുള്ള വാക്കാണ്. ആശ്വാസം എന്നുള്ള വാക്കാണ്. സത്യത്തിൽ പുതിയ നിയമത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും തവണ ഈ വാക്ക് ആവർത്തിക്കുന്ന മറ്റു ഭാഗം ഇല്ല. ആശ്വാസം എന്നുള്ള, കംഫോർട്ട് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗം പഠിക്കുന്നവർ ഈ അധ്യായത്തിന്റെ ഈ വാക്യങ്ങളെ പറയുന്നത് ഇറ്റ് ഈസ് ദി പാരഗ്രാഫ് ഓഫ് കംഫർട്ട്, ആശ്വാസത്തിന്റെ ഒരു വേദഭാഗം എന്നാണ് ഈ വാക്യങ്ങളെ കാണുന്നത്. ആശ്വാസം, ആശ്വാസം എന്നുള്ള വാക്ക് ഇവിടെ ആവർത്തിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ആവർത്തിക്കുന്ന മറ്റൊരു വാക്കുകൂടെ ഉണ്ട്. വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൺ സൈഡ് ദർ ഈസ് ദി തീം ഓഫ് കംഫർട്ട്, ആശ്വാസം. അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വാക്കാണ് ദ തീം ഓഫ് സഫറിങ്. കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു, കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഏതൊരു കഷ്ടങ്ങളിലുമായിരിക്കുന്നവരെ ആവർത്തിച്ചു വരുന്ന മറ്റൊരു വാക്കാണ് ഈ പാരഗ്രാഫിൽ സഫറിങ് എന്നുള്ളത്. പൗലോസ് ഇവിടെ ഈ 2 കാര്യങ്ങൾ, ദ പ്രോബ്ലം ഓഫ് സഫറിങ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ഗോഡ്സ് കംഫർട്ട്, കഷ്ടത അതോടൊപ്പം ദൈവത്തിന്റെ ആശ്വാസത്തെയാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇങ്ങനെ ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ പൗലോസ് ഇത് പറയാൻ ഒരു കാരണമുണ്ട്.
അതാണ് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. കാരണം പൗലോസ് സ്ഥാപിച്ച സഭയിൽ ഒരു കൂട്ടം അപ്പോസ്തോലന്മാരാണെന്ന് പറഞ്ഞ് കുറച്ച് പേർ അകത്ത് കടന്നിരിക്കുക, എ ഗ്രൂപ്പ് ഓഫ് ഫാൾസ് അപ്പോസ്റ്റൽസ്. അവര് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, പൗലോസിനെ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവര് പറഞ്ഞു വെച്ചൊരു കാര്യം, ഈ പൗലോസ് എന്ന് പറയുന്ന നമ്മളുടെ സഭയുടെ സ്ഥാപകന് ശരിയായ അപ്പോസ്തോലനൊന്നും അല്ല. പൗലോസ് ഒരു വ്യാജനാണ്, പൗലോസ് ഒരു ചതിയനാണ്, പൗലോസ് ഒരു കള്ളനാണ്. വാക്യങ്ങൾ പലതുണ്ട്, വാക്യങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ എടുത്ത് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ ആ വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പൗലോസിന്റെ ഇന്റഗ്രിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഇവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവര് പറഞ്ഞത്, പൗലോസിന്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കിക്കേ. പൗലോസിന്റെ ജീവിതം മുഴുവനും കഷ്ടതയല്ലയോ? താൻ പോകുന്നിടത്തെല്ലാം പ്രശ്നമല്ലയോ? പോകുന്നിടത്തെല്ലാം അടികൊണ്ട് ഓടുന്നു, തന്റെ ശരീരത്തിൽ രോഗം, എല്ലാം പ്രശ്നമാണ്. പൗലോസിന്റെ ജീവിതം മുഴുവനും കഷ്ടതയാണ്. ഈ കഷ്ടത ദൈവം പൗലോസിന് നൽകുന്ന പണിഷ്മെന്റ് ആണ്. പൗലോസ് വ്യാജനായത് കൊണ്ട്, പൗലോസ് അവിശ്വസ്തനായത് കൊണ്ട് ദൈവം തന്നെ ശിക്ഷിക്കുന്നതാണ് ഈ കഷ്ടതകളെന്ന് പൗലോസിന്റെ എതിരുണ്ടായിരുന്ന കള്ള വ്യാജ അപ്പോസ്തലന്മാർ കൊരിന്തി ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. സഫറിങ്സ് ആർ പണിഷ്മെന്റ് ഫ്രം ഗോഡ് ഫോർ ഹിസ് സിൻസ്. പൗലോസ് ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാകാമെന്നൊക്കെ പറയാം. പൗലോസ് ആ വിഷയത്തെ എടുത്തിട്ട് ലേഖനത്തിന്റെ ആരംഭത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പൗലോസ് പറയുന്നത്, സത്യത്തിൽ ഈ സഫറിങ് ഒന്നും ദൈവത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് പൗലോസ് ഈ സഫറിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സഫറിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ചു, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ആശ്വസിപ്പിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 11-ാമത്തെ വാക്യം, ഈ പാരഗ്രാഫിന്റെ അവസാനത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ച്, 3ഉം 11ഉമാണ് ആ പാരഗ്രാഫ് ക്ലോസ് ചെയ്യുന്നത്. 11-ാമത്തെ വാക്യം ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. ഒന്ന് വായിക്കാമോ 11-ാമത്തെ വാക്യം? അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ, അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാരും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. കണ്ടോ, അവിടെ പറയുന്നത് 3-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ചെയ്യുന്ന പൗലോസ് 11-ാമത്തെ വാക്യത്തിൽ പറയാ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം വരുവാൻ ഇത് കാരണമായി. പറഞ്ഞു വരുന്നത് എന്താ? പൗലോസിന്റെ എതിര് നിൽക്കുന്നവർ കള്ളന്മാർ നോക്കുമ്പോൾ ഈ കഷ്ടത ദൈവത്തിന്റെ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമ്പോ പൗലോസ് പറയാ, അല്ല, ഇത് ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാരണമായി. ഞങ്ങൾ ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ച് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്, കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം ചെയ്തു. പറഞ്ഞു വരുന്നത്, പോൾ ഈസ് പ്രൈസിങ് ഗോഡ്. കഷ്ടതയുടെ നടുവിൽ പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇന്നും ഇതിന് സമാനമായ ഒരു ചിന്താഗതി വിശ്വാസ സമൂഹത്തിൽ ഇല്ലയോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഇന്നും ആർക്കെങ്കിലും ഒരു പ്രയാസം, കഷ്ടത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത്, we regard afflictions, we consider suffering as an evidence for personal sin or lack of faith. അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മക്കറിയത്തില്ലല്ലോ, പുള്ളി അത്ര ശരിയൊന്നും ആയിരിക്കത്തില്ല, പ്രസംഗിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ പുള്ളി അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടത ഉണ്ടാകും. നമ്മളോടൊപ്പം കൂട്ടായ്മയിലൊക്കെ കാണും, പക്ഷെ വേണ്ടുന്ന പോലെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ കഷ്ടത എന്നൊക്കെ അറിയാതെ നമ്മൾ പറയാൻ സാധ്യതയുണ്ട്.
അവിടെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത് കഷ്ടതയുടെ നടുവിൽ കൂടെ വെളിപ്പെടുന്ന, ആശ്വസിപ്പിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഈ തുടർന്നുള്ള വാക്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് പറയാം. പൗലോസ് പറയുന്നത് ഞങ്ങളുടെ കഷ്ടതയിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഷ്ടതയുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ശരിയാണ്, അതാണ് അതിന്റെ പ്രധാന ആശയം. പക്ഷെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ വിട്ടുപോകല്ലേ, മറന്നുപോകല്ലേ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പൗലോസ് പറയുന്നത് താൻ തന്റെ ജീവിതത്തിൽ നേരിട്ടൊരു പ്രതിസന്ധിയെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, താൻ ഒരു അപ്പോസ്തോലൻ അല്ലെന്നൊക്കെ പലരും തനിക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ അതിനുള്ള ഒരു ഡിഫൻസ് ആണ്. അങ്ങനെ പറയുമ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിലെ ഈ വേദഭാഗം പൗലോസ് തന്നെ പറ്റി പറയുന്നതാണ്. ഇതിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ ഈസ് അബൌട്ട് ദ അപ്പോസ്റ്റൽ ഹിംസെൽഫ്. താൻ തന്നെ പറ്റി തന്നെ പറയുകയാണ്. ഞാൻ സഭകൾ സ്ഥാപിക്കാൻ വേണ്ടി കർത്താവിന്റെ ദൗത്യം ഏറ്റെടുത്ത്, കർത്താവിന്റെ വിളി അനുസരിച്ച് സഭയ്ക്കു വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളുടെ നടുവിൽ എന്നെ ആശ്വസിപ്പിച്ച ഒരു പിതാവിനെ പറ്റിയാണ് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം, ഒന്നാമതായിട്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ആരോടായിരിക്കും? ഒന്നാമതായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സുവിശേഷ നിമിത്തം കഠിന പീഡയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തെ പറ്റി. ദൈവസഭകൾക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് കഷ്ടത അനുഭവിക്കുന്ന കർത്തൃദാസന്മാർക്ക് ആശ്വാസം എന്ന വണ്ണമാണ് ഈ ടെക്സ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ഇന്നിപ്പം ഈ യോഗത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും കർത്തൃവേല നിമിത്തം കഠിനമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടതയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് പൗലോസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിലൊക്കെ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള പ്രതിസന്ധികൾ ക്രിസ്തീയ പ്രവർത്തകർക്കെതിരെയൊക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കുന്നുണ്ടാകുമല്ലോ. ഇറ്റ് ഈസ് പ്രൈമറിലി ആൻ ആപ്ലിക്കേഷൻ ടു ദം that the presence of God ഈ ശോധനയുടെ നടുവിൽ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് പൗലോസ് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ അടുത്ത ഒരു ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ക്രിസ്ത്യൻസ് ഹു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ദെയർ കോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് പഠിക്കാൻ പാഠമുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ച് നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്. അതൊരു പക്ഷെങ്കിൽ സഭ സ്ഥാപിക്കാനും ആവണമെന്നില്ല. ഈ പറയുന്നത് പോലെ അൺറീച്ച്ഡ് ആയിട്ടോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ സഭയാകാം, നമ്മുടെ ജോലിയോടൊപ്പം നമ്മളായിരിക്കുന്ന സ്ഥലമാകാം, wherever God has placed us, അവിടെ നമ്മൾ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് തുണയായി വെളിപ്പെടും. അതത്രയും പറയാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെക്സ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ there are Christians in the church who just cares about themselves. സഭയ്ക്കകത്ത് ഇന്ന് ക്രിസ്ത്യാനികളുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, ദൈവസഭയെ പറ്റിയോ ദൈവരാജ്യത്തെ പറ്റിയോ ഒരു ചിന്തയുമില്ലാത്ത, സ്വാർത്ഥ താല്പര്യം മാത്രമുള്ളവർക്കുള്ള ഒരു ദൂതല്ല ഇത്. അവർക്കുള്ള ദൂതല്ല. ഇറ്റ് ഈസ് ഫോർ ഫെയ്ത്ത്ഫുൾ കമ്മിറ്റഡ് ക്രിസ്ത്യൻസ്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന കഷ്ടത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാലേ ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാകാം, എനിവേ ഈ ക്രിസ്ത്യൻ എത്തിക്സും ദൈവവചനത്തിന്റെ വാല്യൂ എല്ലാം കാറ്റിൽ പറത്തി തോന്നിയ വഴിക്ക് ജീവിച്ച് ജീവിതത്തിൽ വലിയ ശോധന വരുമ്പോൾ ഈ ആശ്വാസം അവിടെ വരത്തില്ല. ഇവിടെ പറയുന്ന ആശ്വാസം കർത്താവിനെ വിശ്വസ്തരായി സേവിക്കുമ്പോൾ, കർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചവരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ പറ്റിയാണ്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ആർ ഫെയ്ത്ത്ഫുള്ളി ഫോളോയിങ് ഗോഡ്. അർത്ഥം ഈ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രോമിസ് ഓഫ് കംഫർട്ട്, ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം is for Christians who sacrificially
Serve the Lord in the capacities the Lord has called them. കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശോധനയിൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്കുള്ളൊരു വാഗ്ദത്തമാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഈ സൈഡ് പറയുമ്പോൾ ഇതിന്റെ മറുവശം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ടോ പാപം ചെയ്തത് കൊണ്ടോ പ്രാർത്ഥന കുറഞ്ഞത് കൊണ്ടോ ആണെന്ന് നമ്മൾ പറയരുത്. അതിന്റെ മറു സൈഡ്, ഇത് ഗ്ലോറിഫൈ ചെയ്ത് ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവും, കർത്താവിനെ അനുഗമിക്കുന്നവർക്കെല്ലാം കഷ്ടത ഉണ്ടാവണം. കഷ്ടത ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആത്മീയത ഇല്ല എന്നും ചിന്തിക്കുക. വി ഷുഡൻ ഗ്ലോറിഫൈ സഫറിംഗ്. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട പ്രതിസന്ധികൾ വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവദിക്കുന്ന ശോധനകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗോഡ് അലൗസ്, ദൈവം അനുവദിക്കും സഫറിങ്, അഫ്ലിക്ഷൻ ജീവിതത്തിൽ ദൈവം അനുവദിക്കാം. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്ക്, 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു വാക്ക്, യാതൊരു കഷ്ടതയിലുമുള്ളവരെ, അഫ്ലിക്ഷൻസ് ഓഫ് എവറി കൈൻഡ്. അത് ഫിസിക്കൽ ആകാം. പൗലോസിന്റെ ജീവിതത്തിൽ ഫിസിക്കലായിട്ട് താൻ നേരിട്ട കഷ്ടതകളുണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്. ഇമോഷണൽ ആയിട്ട് താൻ നേരിട്ട പ്രതിസന്ധിയുണ്ട്. മാനസികമായിട്ട് താൻ നേരിട്ട വളരെ സമ്മർദ്ദമുണ്ട്. അത് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, എ ക്രിസ്ത്യൻ വിൽ ഹാവ് ടു ഫേസ് ഓൾ കൈൻഡ്സ് ഓഫ് സഫറിങ്. വിവിധ തരത്തിലുള്ള കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. ഇറ്റ് ഷുഡന്റ് സർപ്രൈസ് അസ്. പത്രോസ് പറയുന്നത്, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സർപ്രൈസ് ആവല്ലെന്നാണ്, ആശ്ചര്യപ്പെട്ടു പോകരുത്. ഇന്നിത് പറയേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ടുഡേസ് തിയോളജി ഹാസ് നോ സ്പേസ് ഫോർ സഫറിങ് അറ്റ് ഓൾ. ഇന്നത്തെ ക്രിസ്തീയ സന്ദേശത്തിൽ കഷ്ടതയെ ഫിറ്റ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാത്തതുപോലെ അനുഗ്രഹവും നേട്ടവും മാന്യതയും മാത്രമായിരിക്കുന്ന ഒരു കാലമായി തീർന്നിരിക്കുകയാണ്. Therefore we must really understand and meditate this text. നമ്മുടെ ജീവിതത്തിലെല്ലാം സമാനമായ വിവിധമായ പ്രതിസന്ധികൾ ഉണ്ടാവാം. God allows in His wisdom, and when we go through it, there is the assurance, there is a promise of His presence. അപ്പൊ ചോദ്യം, why there is suffering in a Christian's life? എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ അനുവദിക്കുന്നത്? Why is God allowing? ഈ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും പഴയ നിയമ പുസ്തകങ്ങളിലും നമ്മൾ ഇതേ ചോദ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മളൊരു വട്ടം നമ്മളിവിടെ ഒരുമിച്ച് ധ്യാനിച്ച വേദഭാഗങ്ങൾ, പ്രവചന പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകമാകട്ടെ, ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകമാകട്ടെ, പല പ്രവചന പുസ്തകങ്ങളിലും ഇതേ ചോദ്യം നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവമേ ദുഷ്ടന്മാർക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നീതിമാന്മാരുടെ ജീവിതത്തിൽ അനർത്ഥം എന്തുകൊണ്ട്? വൈ? വളരെ അടുത്തറിയാവുന്ന നമുക്കൊരു വേദഭാഗമാണ് സാം 73. 73-ാമത്തെ സങ്കീർത്തനം നമുക്ക് അടുത്തറിയാവുന്ന ഒരു വേദമാണ്. ആസാഫ് പറയുന്നത്, നിർമ്മല ഹൃദയമുള്ളവർക്കൊക്കെ നീ നല്ലവൻ. എന്നിട്ട് താഴേക്ക് താൻ നോക്കുമ്പോ താൻ പറയുന്നത്, അയ്യോ ദുഷ്ടന്മാരെ നോക്കുമ്പോ അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് ശരീരത്തിൽ പ്രശ്നമില്ല, അവർക്ക് സമ്പത്തിൽ പ്രശ്നമില്ല, അവർക്കിങ്ങനെ നാൾക്ക് നാൾ മേൽക്കുമേൽ അനുഗ്രഹത്തിന്റെ വലിയ സംഭവങ്ങളാണ്. നല്ല നിലയിൽ അവര് ജീവിക്കുകയാണ്. എന്നിട്ട് താൻ തന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പറയാ, എനിക്കാണെങ്കിൽ എന്നും പ്രശ്നം, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്, ഇതെന്താ ഇങ്ങനെ? എന്നിട്ട് താൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ കരങ്ങളെയൊക്കെ ഇങ്ങനെ വിശുദ്ധിയിൽ കഴുകിയതും ഞാൻ ഇങ്ങനെ നിർമ്മലതയോടെ ജീവിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. എന്താ എന്റെ ജീവിതം ഇങ്ങനെ? വൈ സഫറിങ്? എന്താണ് എന്റെ ജീവിതത്തിൽ കഷ്ടം? വേറെ ആർക്കും ഇത്ര പ്രശ്നമില്ല. യോബിന്റെ പുസ്തകത്തിലെ ആശയം ഇത് തന്നെയല്ലേ? ഭക്തനായ ഒരു മനുഷ്യൻ, നേരുള്ളവൻ,
upright, blameless, one who run away from evil. പക്ഷെ സംഭവിച്ചത് എന്താ? കഠിനമായ ശോധനയിൽ കൂടെ കടന്നു. ഉത്തരവുണ്ടോ? നേരിട്ടുള്ള ഉത്തരങ്ങളില്ല. തന്റെ സ്നേഹിതന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു, നീ പാപം ചെയ്തുകൊണ്ടാ, നീ മാനസാന്തരപ്പെടണം, നീ ദൈവത്തോട് ഏറ്റു പറയണം, യു ഡിഡ് റോങ്. ഞാൻ പറഞ്ഞ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ചോദ്യം? വൈ? പുതുനിയമത്തിൽ നോക്കുമ്പോഴും ഇതേ ആശയം തന്നെയാണ്. എന്തുകൊണ്ടാണ് കഷ്ടത? ശ്രേഷ്ഠനായ അപ്പോസ്തലന്റെ ജീവിതം എന്താ ഇങ്ങനെ? തന്റെ എതിരാളികൾ സഭയ്ക്കകത്ത് കടന്നുകൂടി, ഇത് എന്തോ കള്ളത്തരം, എന്തോ വ്യാജനാണ് പൗലോസ്, അതുകൊണ്ടാണെന്ന് തനിക്കെതിരെ പറയുന്ന നിലയിൽ പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ ജനത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. ഡയറക്റ്റ് ഉത്തരങ്ങൾ ഈ ടെക്സ്റ്റിൽ നിന്ന് പറയാനില്ലെങ്കിലും ഒരു കാര്യം നമുക്കിവിടെ പഠിക്കാനാണ്. God has ordained some purpose. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന ശോധനകൾ, കഷ്ടങ്ങളുടെ പിറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കും. God has ordained some purposes behind the troubles we go through. നമ്മൾ പെട്ടെന്ന് ഈ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. വൈ? എന്തായിരിക്കും ദൈവം ഇങ്ങനെ അനുവദിക്കാൻ കാരണം? അപ്പോസ്തലന്റെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവം അനുവദിച്ചത് എന്തിനാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ അനുവദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ ഈ വേദഭാഗത്തിൽ നിന്ന് കാണിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ വാക്യം, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. 4-ാമത്തെ വാക്യം ഒന്ന് പ്രാരംഭത്തിൽ വായിച്ചാണ്. 4-ാമത്തെ വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങൾ 3 വട്ടം ആവർത്തിച്ച് പറയാണ്. വി ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് തന്നെ പറ്റിയും തന്റെ കൂടെ പ്രവർത്തിക്കുന്ന കോ വർക്കേഴ്സിനെ പറ്റിയാവാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ 1-ാമത്തെ അധ്യായത്തിന്റെ തന്നെ നമ്മൾ ആ വാക്യത്തിലേക്ക് വരും. ഈ 8-9 വാക്യങ്ങളൊക്കെ നോക്കിയാൽ പൗലോസ് തന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഒരു പ്രതിസന്ധിയെ പറ്റിയാണ് പറയുന്നത്. താൻ തന്നെ പറ്റി പറയാ, ഞാൻ ഇങ്ങനെ ഒരു കഷ്ടമാണ് അനുഭവിച്ചത്, അതിനെപ്പറ്റി ആവാം പറയുന്നത്. പക്ഷെ ഇവിടെ താൻ പറയാം, 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചു. എന്തുവായിരുന്നു ഇവിടുത്തെ പ്രശ്നം? ഒരു 2 കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാം പെട്ടെന്ന്. ഒന്നാമത്തത് ഞാനിപ്പോ പറഞ്ഞ പോലെ 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യം നോക്കാമോ? സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുവാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഒന്നാമതായിട്ട് ദൈവം പൗലോസിനെ ആശ്വസിപ്പിച്ചു. ഒന്ന്, ആസിയയിൽ ഒരു മഹാകഷ്ടമുണ്ടായി. മരിക്കുമെന്ന് ചിന്തിച്ച ഒരു കഷ്ടത്തിൽ നിന്ന് ദൈവം പൗലോസിനെ വിടുവിച്ചു. 2, 2-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വന്നാൽ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കേ, 2-ന്റെ 12-13 വാക്യം ഒന്ന് നോക്കാമോ? 2 Corinthians 2:12-13. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ, കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. അവിടുത്തെ സംഭവം ഒരു വാക്യം കൂടെ വായിക്കണം, എന്നാലേ വ്യക്തമാകത്തുള്ളൂ. എങ്കിലും ഞാൻ ആ കാര്യം ഒന്ന് പറയാം. അവിടെ എഴുതിയേക്കുന്നത്, പൗലോസ് തന്റെ യാത്രയിൽ ത്രോവാസിലെത്തിയപ്പം there was an open door. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി. തനിക്ക് അവിടെ സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിക്കാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പൗലോസ് പറയാ, ഐ വാസ് റെസ്റ്റ്ലെസ്. എനിക്ക് മൈ മൈൻഡ് കുഡ് നോട്ട് റെസ്റ്റ്. എന്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. കാരണം ആരെ കാണുന്നില്ല? തീത്തോസിനെ
കാണുന്നില്ല. ആ വാക്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പശ്ചാത്തലം കൂടെ പറഞ്ഞാലേ വ്യക്തമാകത്തുള്ളൂ. എങ്കിലും ഞാൻ അതൊന്ന് ഒരു വാക്കിൽ പറയാം. പൗലോസ് തീത്തോസിന്റെ പക്കൽ ഒരു കത്തെഴുതി കൊരിന്തിലേക്ക് തന്നെ അയച്ചു. കൊരിന്ത് സഭയിലെ പ്രതിസന്ധികൾ, പൗലോസുമായിട്ട് ആ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ പൗലോസ് ഒരു കത്ത് എഴുതി തീത്തോസിന്റെ കരങ്ങളിൽ കൊടുത്ത് തീത്തോസിനെ അയച്ചു. അപ്പൊ ഈ കത്ത് കൊരിന്ത്യ സഭയിൽ ചെന്ന് വായിച്ചതിന് ശേഷം ഈ ജനത്തിന്റെ പ്രതികരണം തനിക്ക് അറിയണം. ഹൗ ഡിഡ് പീപ്പിൾ റെസ്പോണ്ട്? ഞാൻ അയച്ച കത്തിനോട് അവരെങ്ങനെ പ്രതികരിച്ചു? അവർ മനസംതൃപ്തപ്പെട്ടോ? അവര് നഷ്ടപ്പെട്ടു പോയ ബന്ധം പുതുക്കി പുനഃസ്ഥാപിക്കപ്പെട്ടോ എന്നൊക്കെ തനിക്ക് അറിയണം. തന്റെ ഉള്ളിൽ അതറിയാൻ വേണ്ടി അങ്ങ് റെസ്റ്റ്ലെസ് ആകുകയാണ്. പൗലോസിന് ത്രോവാസിൽ ശുശ്രൂഷിക്കാൻ പോലും കഴിയാത്ത നിലയിൽ വലിയ സമ്മർദ്ദം താൻ നേരിടുകയാണ്. താന് അവിടെ ശുശ്രൂഷിക്കാൻ കഴിയാതെ പോയി എന്നാണ് 2:12-13 നമ്മൾ കാണുന്നത്. അവിടെ എങ്ങനെയാണ് ദൈവം തന്നെ ആശ്വസിപ്പിച്ചത് എന്നുള്ളത് 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 7-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണം. 7-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 7:6. 2 Corinthians 7:6. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. മതിയോ? അതെ, അതന്നെ. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ സത്യമായി സന്തോഷിച്ചു. അവിടുത്തെ സംഭവം ഇത്രേ ഉള്ളൂ. തീത്തോസിനെ കാണാത്തത് കൊണ്ട് തന്റെ ഉള്ളിൽ വളരെ റെസ്റ്റ്ലെസ്. ഹി വാസ് നോട്ട് ഏബിൾ ടു മിനിസ്റ്റർ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പൗലോസിനെ ആശ്വസിപ്പിച്ച് എങ്ങനെ? തീത്തോസിന്റെ വരവിനാൽ. തീത്തോസ് വന്നിട്ട് പൗലോസിനോട് പറഞ്ഞു കൊരിന്തിൽ തനിക്കുണ്ടായ അനുഭവം. ഈ ജനം പൗലോസിന്റെ ലേഖനം, പൗലോസിന്റെ കത്ത് സ്വീകരിച്ച് തീത്തോസിനെ അവരാശ്വസിപ്പിച്ചു. അവര് മാനസാന്തരത്തിന്റെ വഴിയിലാണ്. അവർ പൗലോസിനെ കാണാൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ ബന്ധം ശരിയാകുന്നതിന്റെ സൂചനകളൊക്കെ പൗലോസിനോട് ചെന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഹൃദയം ആശ്വസിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുക. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എങ്ങനെ? ആസിയയിലെ കഷ്ടതയിലും ദൈവം ഞങ്ങളെ വിടുവിച്ചു. മരണകരമായ അനർത്ഥത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞാനായിരുന്ന മാനസികമായി ഞാൻ നേരിട്ട ആ വലിയ പ്രതിസന്ധി, സഭയെ പറ്റിയുള്ള വലിയ ഭാരം തന്റെ ഉള്ളിൽ വേദനയായിട്ടുണ്ടായിരുന്നു. അവിടെയും ദൈവം പൗലോസിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പൗലോസ് 4-ാമത്തെ വാക്യത്തിൽ ഒരു കാരണം പറയുന്നുണ്ട്. ആ ആശ്വാസത്തിൽ കൂടെ പൗലോസിന് ലഭിക്കുന്ന ഒരു നേട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയാൻ, അതൊന്ന് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ഞങ്ങൾ വായിച്ചാട്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ എന്തിനാണ് ദൈവം ആശ്വസിപ്പിച്ചത്? ദൈവം തന്നെ ആശ്വസിപ്പിച്ചത് ഈ ആശ്വാസത്തിൽ കൂടെ പൗലോസിന് മറ്റനേകരെ ആശ്വസിപ്പിക്കാൻ, സമാനമായ അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഏതൊരു കഷ്ടതയിൽ കൂടെയും കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള ദൗത്യം ദൈവം പൗലോസിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റോമലേഖനത്തിലൊക്കെ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും എന്നറിഞ്ഞ് പൗലോസ് തന്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞു. എന്തുവാ? കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകിയ ആശ്വാസം എന്തിനായിരുന്നു? മറ്റു ചിലരെ കൂടെ ആശ്വസിപ്പിക്കാനുള്ള ഒരു മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുക. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ? ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം, the purpose behind Paul's affliction then was to make him able to encourage those in suffering. കഷ്ടതയിൽ ഇരിക്കുന്ന അനേകരെ ആശ്വസിപ്പിക്കുവാൻ
പൗലോസ് കഷ്ടങ്ങളിലായിരുന്നപ്പോൾ ദൈവം തന്നെ ആശ്വസിപ്പിച്ചു. കംഫർട്ടഡ് ടു കംഫർട്ട് അതേഴ്സ്, മറ്റനേകരെ ആശ്വസിപ്പിക്കാൻ ഉള്ള ആശ്വാസമാണ് കഷ്ടങ്ങളിൽ ലഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഏതൊരു കഷ്ടതയിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചു. അടുത്ത വാക്യത്തിലൊക്കെ പറയുന്നത് ഞങ്ങൾ കഷ്ടതയിലായിരുന്നത് നിങ്ങളുടെ ആശ്വാസത്തിനാണ്. കൊരിന്ത്യക്കാരോട് പറയാം, our afflictions were for your comfort എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത് എല്ലാ ആശ്വാസത്തിന്റെ ഉറവിടം ദൈവമാണ്. തീത്തോസ് വന്നു, പക്ഷെ ആ തീത്തോസ് വന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആശ്വാസത്തിന്റെ കാരണക്കാരൻ ദൈവമാണ്. പക്ഷെ അതിന് ദൈവം ഉപയോഗിച്ചത് തീത്തോസിനെയാണ് എന്ന് പറയുന്നത് പോലെ there is an corporate element or a corporate responsibility that we have. നമ്മളായിരിക്കുന്ന കൂട്ടായ്മകൾ കണ്ടേക്കാം. ഇതിപ്പോ ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ്, അതിനതിൻ്റെതായ പരിമിതികൾ കണ്ടേക്കാം. നമ്മളാ കർത്താവാക്കിയിരിക്കുന്ന പ്രാദേശിക സഭകൾ കണ്ടേക്കാം. ഇതിന്റെ ഈ കൂട്ടായ്മയുടെ ഒക്കെ അപ്പൊ ഒരു പർപ്പസ് എന്താ? ദ പർപ്പസ് ഈസ് ദാറ്റ് വി ഷെയർ ഈച്ച് അതർ. എന്തുവാ? കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസത്തെ മറ്റൊരാൾക്ക് പകർന്നു നൽകി അവരെ കൂടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് കൂട്ടായ്മകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The purpose is that God is comforting us so that we will be able to comfort others. അതാണ് നാലാമത്തെ വാക്യത്തിൽ കാണുന്നത്. താഴോട്ട് നമുക്കൊന്ന് വായിക്കാം. അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടക്കണം. അഞ്ചാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടമുണ്ട് കാൽവറിയിൽ. ആ യാഗമരണത്തിൽ കൂടെ കർത്താവ് അനുഭവിച്ച അതികഠിനമായ വേദനകളുണ്ട്, കഷ്ടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, കർത്താവിന്റെ ദാസന്മാർ, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് പെരുകുന്നു. അപ്പൊ അവിടെ പൗലോസിനോടൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കഷ്ടത വർദ്ധിക്കുമ്പോൾ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങളുടെ കഷ്ടത വർദ്ധിക്കുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും അതുപോലെ വർദ്ധിക്കുകയാണെന്നാണ് പറയുന്നത്. The more you suffer, the closer and greater is the weight of the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അടുത്തറിയാൻ, ശോധനയുടെ തീച്ചൂളയുടെ കനം വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിയുന്ന നിമിഷങ്ങളായിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത്. തുടർന്ന് വായിക്കുന്നത്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു. ആറാമത്തെ വാക്യം, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾക്കും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. അവിടെ ഒരു വാക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്, ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ. അവിടെ പൗലോസ് പറയുന്ന ഒരു വാക്ക് ആറാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം നിങ്ങളുടെ ആശ്വാസത്തിനും, അതിന്റെ കൂടെ പറയുന്നത് എന്തുവാ? രക്ഷയ്ക്കുമാകുന്നു. അതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞത്? പൗലോസിന്റെ കഷ്ടതയാണോ കൊരിന്തിലുള്ള ജനത്തിന് രക്ഷ നൽകുന്നത്? പൗലോസിന്റെ കഷ്ടതയും ജനത്തിന്റെ രക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പൗലോസിന്റെ കഷ്ടത, പൗലോസ് ഏതെങ്കിലും സ്ഥലത്ത് നേരിട്ട പ്രതിസന്ധി സഭയ്ക്ക് രക്ഷയ്ക്ക് കാരണമാകുമോ? ഒരിക്കലുമില്ല. പൗലോസിന്റെ മറ്റ് വാക്യങ്ങൾ, മറ്റ് ലേഖനങ്ങളിലെ ഉപദേശങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്രിസ്തുവിന്റെ മരണം, ക്രൈസ്റ്റ് ഡെത്ത് എലോൺ ഈസ് സഫിഷ്യന്റ്. പാപിയെ രക്ഷിക്കാൻ കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ കഷ്ടതയും ഇനഫ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസിന്റെ കഷ്ടതകളെ, പൗലോസ് നേരിട്ട പ്രതിസന്ധികളെ ദൈവം ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കാൻ ഉപയോഗിക്കുക. അർത്ഥം പൗലോസ് പറയുന്നത്, ഞാൻ നേരിട്ട സഫറിങ്, ഞാൻ കടന്നു പോകുന്ന ശോധന, ഞാൻ നേരിട്ട പ്രതിസന്ധി എന്തിനാ? യഹൂദന്മാരെയും ജാതികളെയും
കർത്താവിന്റെ സുവിശേഷം പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉള്ളൊരു മുഖാന്തരമായിട്ട് അത് തീർന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് കാരണം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, കൊരിന്ത്യ സഭയോട് പറയാ, ഈ കള്ള അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ എന്റെ കഷ്ടത എന്നെ ദൈവം ശിക്ഷിക്കുന്നതല്ല, മറിച്ച് എന്റെ കഷ്ടത നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞാൻ അനേക സ്ഥലത്ത് കഷ്ടം അനുഭവിച്ചത് കാരണമാണ് പല സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഞാൻ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത്. അപ്പോസ്തല പ്രവർത്തികളിൽ സഭകളെ ഉറപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ കടന്നു പോകുന്ന ഒരു ഭാഗത്ത് അവർ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഈ വാക്കുകൾ കൊണ്ട് അവരവരെ ധൈര്യം പകർന്നു. ഏത് വാക്കുകളാണ്? ഇങ്ങനെ നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ദൈവസഭകളെ ഉറപ്പിക്കാനുണ്ടായ കാരണം എന്താ? ആ ധൈര്യം പൗലോസ് തന്റെ കഷ്ടങ്ങളിൽ അനുഭവിച്ചു. എന്നിട്ട് പറയാ, കൊരിന്ത്യ വിശ്വാസികളോട് പറയാ, നിങ്ങളും നേരിടുന്ന കഷ്ടങ്ങളെ സഹിക്കുവാൻ ഞങ്ങളുടെ കഷ്ടങ്ങൾ ഒരു മുഖാന്തരമായി തീരുക. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന പ്രതിസന്ധികളുടെ ഉദ്ദേശം എന്താ? So that we will be able to help others in their suffering. നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള, നമ്മൾ ഏറ്റുമുട്ടുന്ന, നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന മറ്റൊരാൾക്ക് ആശ്വാസം പകരാൻ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. സ്തോത്രം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവർ, നമ്മുടെ പെർസ്പെക്റ്റീവിനെ ഇത് മാറ്റാൻ കാരണമാകണം. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആശ്വാസം പകരാൻ, ധൈര്യം പകരാൻ നമ്മളുടെ അനുഭവങ്ങൾ കാരണമാകും. ഞാൻ പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമല്ലേ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടതല്ലേ മറ്റൊരാളോട് പറയാൻ കരുത്ത് പകരുന്നത്? പലർക്കും, എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, യു തിങ്ക് അബൌട്ട് ഒരു കോർപ്പറേറ്റ്, ഒരു കൂട്ടായ്മയുടെ ലെവലിൽ ചിന്തിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ എഡിഫൈ ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ കാരണമാകണം. പറഞ്ഞു വരുന്നത്, ഒരു പ്രതിസന്ധിയിൽ കൂടെ, ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ ഇടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയാൻ, അവരെ ഉള്ള ഉത്സാഹം കൂടെ കളയാനുള്ള വാക്കുകളല്ല, അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ അധരത്തിൽ കർത്താവ് നൽകും. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഇതുപോലത്തെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, when we have not experienced any pain in our life, നമ്മൾ മറ്റൊരാളുടെ കഷ്ടത മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ ചില ശോധനയിൽ കൂടെ കടത്തിവിട്ട്, ചില വേദനയിൽ കൂടെ നടത്തി മറ്റനേകർക്ക് ആശ്വാസമായി തീരാനാണെന്ന് മനസ്സിലാക്കുക. ചില രോഗങ്ങളാകാം, ചില കഠിനമായ പ്രതിസന്ധികളാകാം, സമാനമായ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകർക്ക് ഒരു ടെസ്റ്റ് മണി ആകാൻ വേണ്ടി നമ്മളുടെ ശോധനയെ കർത്താവ് ഉപയോഗിക്കും. God will use our trials so that we will be a testimony of his comfort. ദൈവം നൽകുന്ന ആശ്വാസത്തിന്റെ സാക്ഷ്യമാക്കി കർത്താവ് നമ്മളെ. രണ്ടാമത്തെ കാര്യം ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ 8-9 വാക്യങ്ങളിലേക്കൊന്ന് നമുക്ക് കടന്നു വരാം. 1-2 കാര്യങ്ങൾ കൂടെ കാണിക്കാം. 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 8-ാമത്തെ വാക്യം: സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കും ഇതേ അത്യന്തം ഭാരപ്പെട്ടു. ഇവിടെ 3 മുതൽ 7 വരെയുള്ള വാക്യം നമ്മൾ ഇപ്പോൾ കണ്ട കഷ്ടത, കഷ്ടതയിൽ വെളിപ്പെടുന്ന കംഫർട്ട്, കഷ്ടത സഹിക്കാൻ മറ്റനേകർക്ക് ഇതൊരു പ്രചോദനമായി തീരുമെന്നൊക്കെയുള്ള പ്രിൻസിപ്പിളുകൾ പൗലോസ് നിരത്തി. പൗലോസ് ഇതൊക്കെ പറഞ്ഞിട്ട് 8, 9, 10 വാക്യങ്ങളിൽ പൗലോസിന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പറയുന്നത്,
ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ആസിയിൽ പൗലോസ് എന്താണ് കഷ്ടം നേരിട്ടതെന്നൊന്നും ഇവിടെ വിശദീകരിച്ച് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള തെളിവുകളുമില്ല. അപ്പോസ്തല പ്രവൃത്തികളും വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ആസിയയിൽ നടന്ന ഒരു സംഭവം അവർക്കറിയാം. അതെന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല. ഞാനത് പറഞ്ഞു, പല അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ വചനഭാഗങ്ങൾ പഠിക്കുന്നവർ നടത്തുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ 19-ന്റെ അവസാനത്തെ ഭാഗത്ത് പൗലോസ് എഫെസസിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് വലിയൊരു കലാപം ഉണ്ടായി. പൗലോസ് പക്ഷെ അതിനകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു സംഭവം, ഒരു വലിയൊരു കലാപത്തെ പറ്റിയൊക്കെ 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ചിലർ അഭിപ്രായപ്പെടുന്നത് ഒരു പക്ഷെങ്കിൽ പൗലോസ് അവിടെ പറയുന്നത് ആ ഒരു പ്രതിസന്ധിയെ പറ്റിയായിരിക്കാം. ഒരു പക്ഷെങ്കിൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ലെങ്കിലും അതായിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതല്ലെങ്കിൽ താൻ പലതവണ കാരാഗ്രഹത്തിലൊക്കെ ആയിരുന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ പറ്റിയാണ് എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് ഏതെന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിലും പൗലോസ് ചില സൂചനകൾ അതിന്റെ ആ സിവിയറിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഒന്ന് നോക്കിയാൽ, ഈ കഷ്ടതയിൽ ജീവനോടിരിക്കുമെന്ന് പോലും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു സംഭവം. ഏറെക്കുറെ പൗലോസ് ഉറപ്പിച്ചു, മൈ ലൈഫ് ഈസ് ഗെറ്റിംഗ് ഓവർ, എന്റെ ജീവിതം ഇവിടെ തീർന്നു. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇത്ര ഭയങ്കര മരണം, സച്ച് ഡേഞ്ചർ, വളരെ ഒരു അപകടത്തിൽ കൂടെ താൻ കടന്നുപോയി. എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ് തന്നെ ജീവിച്ചിരിക്കുമെന്നുള്ള ഹോപ്പൊക്കെ വിട്ട ഒരു സമയം. Paul himself gave up the hope of staying alive. ഇനി ജീവനോട് ഇരിക്കുമെന്ന് പോലും വലിയ പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് തന്റെ ജീവിതം മാറിയ ഒരു അനുഭവം. ഈ ലേഖനത്തിൽ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ 1-2 കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഈ ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. പല ആവർത്തി പ്രാർത്ഥിച്ചു നോക്കിയിട്ടും ദൈവം പ്രാർത്ഥനയൊരു വിടുതൽ നൽകാതെ ഈ ശൂലം തന്നെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തിരുന്നു എന്ന് വായിക്കുന്നു. ചിലപ്പോ ഇനി അതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും എന്തായിരുന്നാലും മരണമേറെക്കുറെ ഉറപ്പിച്ച ഒരു സംഭവം. അത് 12-ാം അധ്യായത്തിലാണ് ഞാൻ ഈ ജഡത്തിലെ ശൂലത്തെ പറ്റി പറഞ്ഞത്. അതോടൊപ്പം തന്നെ 11-ാമത്തെ അധ്യായം നോക്കിയാലും ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്, താൻ കടന്നു പോയ പെർസിക്യൂഷന്റെ നീണ്ട ലിസ്റ്റ്. അതിനകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വായിച്ചാൽ 5 തവണ എന്നെ ചാട്ടവാറ് കൊണ്ടുള്ള അടിച്ചു, 3 തവണ അല്ലാതെ കോലുകൊണ്ടടിച്ചു, പല വിധത്തിലുള്ള ശോധനകൾ തന്റെ ശരീരത്തിൽ താൻ നേരിട്ടു. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മളോട് ആ ടെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിന് എത്ര സഹിക്കാൻ പറ്റും? ഒരു തവണ തന്നെ ഉള്ള അടി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ക്ലോസ് ടു ഡെത്ത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പല കാര്യങ്ങൾ, ഫിലിപ്പിയ പട്ടണത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ കിടന്ന് വായിച്ചിട്ടുണ്ട്. ഒരിടത്ത് തന്നെ സ്റ്റോൺ ചെയ്തിട്ട് മരിച്ചു എന്നോർത്ത് വലിച്ചുകൊണ്ട് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടിട്ട സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, പല തവണ ശരീരത്തിൽ കഠിന ഉപദ്രവം താൻ നേരിട്ടു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എവിടോ ഒരു സംഭവം ഈ ജനത്തിനും അറിയാം, പൗലോസും മരിച്ചു എന്നൊക്കെ സഭയിലുള്ളവർ പോലും ചിന്തിക്കുന്ന നിലയിൽ ഒരു പ്രതിസന്ധി താൻ നേരിട്ടു. അത്ര കഠിനമായ ഒരു പ്രതിസന്ധി. പക്ഷെ പൗലോസ് ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ താൻ അതിനകത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവിക ഉദ്ദേശത്തെ പറ്റി
ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് 9-ാമത്തെ വാക്യം. ഇൻ ദിസ് ടഫ് persecution or this difficult life threatening danger that he faced, അതിന്റെ നടുവിൽ താൻ നേരിട്ട, താൻ പഠിച്ച ഒരു പാഠം 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 9-ാമത്തെ വാക്യം. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കോണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഈ മരിക്കുമെന്ന് ഞങ്ങൾ പോലും നിർണയിച്ച ഈ സംഭവം, ഈ സാഹചര്യത്തിൽ പൗലോസ് പറഞ്ഞത് എന്താ? ഞങ്ങളിലുള്ള ഞങ്ങളുടെ ആശ്രയം ഇല്ലാതാക്കിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇത് ഞങ്ങളെ പഠിപ്പിച്ചു. ഈ ലൈഫ് ത്രെറ്റനിങ് ഇൻസിഡന്റ് taught us to trust God and not on ourselves. ഞങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ച ഒരു സംഭവത്തെ പറ്റി പറയാം. കാരണം മരിക്കുമെന്ന് ഉറപ്പായി, ഇനി ഒന്നും ചെയ്യാനില്ല. We have come to the end of our resources. ഞങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. മരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആശ്വാസം താൻ അനുഭവിക്കുന്നതിൽ കൂടെ, ദൈവത്തിന്റെ വിടുതൽ താൻ അനുഭവിക്കുന്നതിലൂടെ താൻ പഠിച്ചൊരു പാഠമുണ്ട്. കഷ്ടത പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം പൗലോസിന്റെ ഈ സാഹചര്യത്തിൽ താൻ മരണം ഉറപ്പാക്കിയ ഒരാളാണ്. ഈ സാഹചര്യത്തിൽ മരിച്ചു എന്ന് നിർണയിച്ചതാ. ഇനിയും ഞങ്ങളെ വിടുവിക്കണമെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. അതിൽ ഇത് പറയുമ്പോൾ ഈ പൗലോസിന്റെ ഉള്ളിൽ ഒരു പക്ഷെങ്കിൽ താൻ ഒരു പഴയ നിയമ പുസ്തകങ്ങളിലെ ഒരു പണ്ഡിതൻ എന്ന വണ്ണം തന്റെ ഉള്ളിൽ വന്ന ഒരു ഭാഗം, എബ്രഹാമും ഇസഹാക്കും കൂടെ യാഗം കഴിക്കാൻ പോയ സംഭവം ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 22. യാഗം കഴിക്കാൻ വേണ്ടി അതിരാവിലെ ഈ ദാസന്മാരെയൊക്കെ ആയിട്ട് പോകൂട്ട്. ഈ ദാസന്മാരെ അവിടെ നിർത്തിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. അബ്രഹാമിനറിയാം യാഗം കഴിക്കേണ്ടത് സ്വന്തം മകനെയാണ്. പക്ഷെങ്കിൽ അബ്രഹാമിന്റെ ഉള്ളിൽ വ്യാപരിച്ചൊരു വിശ്വാസത്തെ പറ്റി എബ്രായ ലേഖന കർത്താവ് പിന്നീട് പറഞ്ഞിട്ടില്ലേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള വിശ്വാസത്താലാണ് അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം കഴിച്ചത്. വാട്ട് ഈസ് troubles teaching us? ശോധനകൾ, കഷ്ടതകൾ നമ്മളെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന പാഠം എന്താണ്? സ്വന്തം കഴിവിലുള്ള ആശ്രയം അവസാനിപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്നല്ലേ, കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണം ചെയ്തു. ബിക്കോസ് ഇറ്റ് taught me, അവിടുത്തെ വചനത്തെ പഠിക്കാൻ അത് മുഖാന്തരമായി. കഷ്ടതയുടെ പുറകിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക നന്മയാണ് നമ്മൾ കാണേണ്ടത്. പറഞ്ഞു വരുന്നത്, പൗലോസ് ആരംഭ വാക്യങ്ങളിൽ പറഞ്ഞത്, ഈ കഷ്ടങ്ങളിൽ ഞങ്ങളെ ദൈവം നടത്തിയത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ആശ്വാസം മറ്റനേകരിലേക്ക് പകർന്നു കൊടുക്കാനാണ്. രണ്ടാമതായിട്ട് പൗലോസ് പറയാ, എന്ന് പോലും ഞങ്ങൾ നിശ്ചയിച്ച ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ കഷ്ടതയുടെ മുൻപിൽ ഞങ്ങൾ പഠിച്ചൊരു പാഠമുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന്
ഉയർപ്പിക്കുന്നവനാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ ജീവിപ്പിക്കുന്നവനാണെന്നുള്ളൊരു പാഠം പഠിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ കാണിച്ച് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 10-ാമത്തെ വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. അവിടെ എഴുതിയേക്കുന്ന വാക്ക്, he who has rescued us will continue to rescue us. On him we have set our hope. ആ വാക്ക് മലയാളത്തിൽ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷില് we have set our hope in him എന്നുള്ള നിലയിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഒരു വാക്ക് 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഡെലിവർ എന്നുള്ള വാക്ക്. ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കും. 3 തവണ പറയാണ് he will deliver us. ഒന്ന് പാസ്റ്റ് ടെൻസിലാണ്, വിടുവിച്ചു. 2 പറയുന്നത് വിടുവിക്കുകയും ചെയ്യും, ഇൻ ദ നിയർ ഫ്യൂച്ചർ he will deliver us. മൂന്നാമതായിട്ട് പറയുന്നത് അവൻ മേലാലും വിടുവിക്കും. ഒരു അൾട്ടിമേറ്റ് ഫ്യൂച്ചറിലേക്ക്, കുറച്ചും കൂടെ ദൂരത്തേക്ക് നോക്കിയിട്ട് പറയാ, അവൻ മേലാലും ഞങ്ങളെ വിടുവിക്കും. എന്തോ പൗലോസ് പറഞ്ഞു വരുന്ന അറിയാം? പൗലോസ് താൻ കടന്നുപോയ കഷ്ടങ്ങളിൽ അനുഭവിച്ച ദൈവത്തിന്റെ ആശ്വാസവും ദൈവത്തിന്റെ വിടുതലും അനുഭവിച്ചിട്ട് ആവർത്തിച്ച് പറയാ, God will deliver us. വിടുവിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ഈ കഷ്ടതയുടെ നടുവിൽ അനുഭവിച്ചു. He delivered us. He will deliver. He will continue to do so. He will deliver us. ഇനിയും ഞങ്ങളെ വിടുവിക്കാൻ അവൻ കഴിവുള്ളവനാണ്. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മളുടെ ഉള്ളിൽ ഒരു ഉറച്ച ബോധ്യം, ഒരു ധൈര്യം ഉണ്ടാകണം. God will deliver us. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തിലുള്ള ഉറപ്പാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് അവനിൽ ആശ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഷോയിങ് ഹിസ് കോൺഫിഡൻസ്. ഇവിടെ നമ്മള് ഈ 3 തവണ വായിച്ച ഡെലിവർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. പൗലോസിന് മനസ്സിലായി, God delivered us. ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും. വിശ്വാസികളായ ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ധൈര്യം ഉണ്ടാകണം. കർത്താവ് വിടുവിക്കുന്ന ഒരു ദൈവം. പക്ഷെങ്കിൽ ഒരു കാര്യം, എല്ലാ വിടുതലും ഈ ആയുസിൽ നടന്നെന്ന് വരത്തില്ല. എല്ലാ മരണകരമായ അനർത്ഥത്തിൽ നിന്നുമുള്ള വിടുതൽ ഈ ആയുസ്സിൽ ലഭിച്ചെന്ന് വരില്ല. പൗലോസ് അതാണ് പറഞ്ഞത്, മേലാലും വിടുവിക്കുമെന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇൻ ദ എൻഡ് he will raise us from the dead. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട്. ഞങ്ങളുടെ കഷ്ടതയിൽ ദൈവം ഉയർപ്പിച്ചതാണ്, ഉയർപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്ന, കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രയോഗമാണ് മേലാലും ഉയർപ്പിക്കുമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് പറയുക, ചിലപ്പോൾ അതിവിടെ നടന്നെന്നില്ലെങ്കിലും ഉയർപ്പിക്കുന്ന ഒരു നാളുണ്ട്. ഇൻ ദി ഡിസ്റ്റന്റ് ഫ്യൂച്ചർ, ഒരു ഭാവിയിൽ സകല ഈ കഷ്ടതകളും തീർന്ന് ഭക്തന്മാർ ആശ്വാസം ലഭിക്കുന്ന, പൂർണ്ണമായ കംപ്ലീറ്റ് കംഫർട്ട് ലഭിക്കുന്ന ഒരു ഹോപ്പിനെ പറ്റി, എറ്റേണൽ ഹോപ്പിനെ പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, കഷ്ടതയുടെ നടുവിൽ what is troubles and sufferings doing in our lives? It is instilling eternal hope in our heart. നിത്യമായ നിലനിൽക്കുന്ന ഒരു പ്രത്യാശ ഹൃദയത്തിൽ നൽകുന്നതാണ് ഈ കഷ്ടത എന്നത് മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൽ കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്.
ഈ ലോകത്തിലെ കഷ്ടത, ഈ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നൊടി നേരത്തേക്കുള്ള കഷ്ടത. എന്തിനു വേണ്ടിയുള്ളതാ? അത്യന്തം അധികമായിട്ടുള്ള ആ ഗ്ലോറിയുടെ വെയിറ്റ് എനിക്ക് ലഭിക്കാൻ അത് കാരണമാകും. 4-5 അധ്യായത്തിലേക്ക് അതാണ് പറയുന്നത്. ഇതൊരു കൂടാരമാണ്. ഈ കൂടാരം നശിച്ചു പോയാൽ ഇതിന്റെ മുകളിൽ ദൈവം നിർമ്മിച്ച ഒരു ഇത് ഞങ്ങൾ ധരിക്കണം. ആ വാക്യം നമുക്കൊന്ന് നോക്കാം. 4:17 വാക്യമാണ് ഞാൻ കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 4:17 വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ നൊടി ലഘുവായ നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധി അധികമായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞിരിക്കുന്നു. എന്തോ പൗലോസ് പറയുന്നത്, യെസ് ഗോഡ് വിൽ ഡെലിവർ, യെസ് ഹി ഹാസ് ഡൺ, ഹി വിൽ ഡു. പക്ഷെ ഒരു ഫ്യൂച്ചറിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ ആയുസ്സിൽ എല്ലാത്തിനും വിടുതലായില്ലെങ്കിലും എല്ലാം ഈ ലോകത്തിലെ കഷ്ടതകൾ തീർന്ന് കർത്താവിന്റെ സന്നിധിയിൽ എന്തേക്കും വസിക്കുന്ന ഒരു ഫ്യൂച്ചർ ഹോപ്പ് ഈ കഷ്ടതയുടെ നടുവിൽ ദൈവമക്കളുടെ ഹൃദയത്തിൽ പകരാൻ കർത്താവ് ആഗ്രഹിക്കുക. ഫിലിപ്പിയ ലേഖനത്തിലും ഇതിന് സമാനമായ വാക്യങ്ങൾ നമുക്കറിയാലോ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ രക്ഷിതാവായി വരുമ്പോൾ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, അടുത്ത പ്രയോഗം, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ കഷ്ടതയുടെ പാതയിൽ കൂടെ, ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകും. കർത്താവിന് വിടുവിക്കാൻ കഴിയും. കർത്താവ് വിടുവിച്ച നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഹൃദയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നത് ഒരു നിത്യ പ്രത്യാശയാണ്, നിലനിൽക്കുന്ന ഒരു പ്രത്യാശയാണ്. ഏത് പ്രത്യാശ? കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ. ഇനിയും അധികം താമസമില്ല, നമ്മുടെ രക്ഷകൻ വരും. അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഈ ലോകത്തിലെ കഷ്ടതകൾ നമ്മളുടെ ഉള്ളിൽ പകരുന്ന ഒരു ധൈര്യമുണ്ട്. There is a better world coming. This world is not our home. ഈ ലോകമല്ല ഞങ്ങളുടെ വീടെന്നുള്ളതിന്റെ തെളിവാണ് കഷ്ടത. കഷ്ടതയുടെ അർത്ഥം ഇത് ഞങ്ങളുടെ വീടല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിച്ചു വരുന്ന വാക്ക് കംഫോർട്ട് എന്നുള്ള വാക്കാണ്. നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആവുന്ന എപ്പോഴാ? നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടേതായ ആ ഒരു സ്പേസിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഒരു കംഫോർട്ടബിൾ ആ ഒരു സ്റ്റേറ്റ്. നമുക്കറിയാലോ, നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പൊ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റാവശ്യത്തിനൊക്കെ പോയി തിരിച്ച് നമ്മളുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കംഫോർട്ട് ഉണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴാണ്. ആ പ്രത്യാശയാണ് പൗലോസ് പറയുന്നത്. പുറമേയുള്ള ഞങ്ങളുടെ ശരീരം നാൾക്ക് നാൾ ഇങ്ങനെ ബലഹീനമായി പോകുക. പൗലോസിന്റെ എതിരാളികൾ പറഞ്ഞു, അയ്യോ പൗലോസിനെ നോക്ക്, എന്തോ പ്രശ്നമുണ്ട്, ഇവൻ എന്തോ അത്ര ശരിയല്ല ആള് എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് പറയാ, ഇത് ഞങ്ങളുടെ വീടല്ലേ, ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നതേ ഉള്ളൂ. ഈ കഷ്ടത പകരുന്നത് നിത്യതയെ പറ്റിയുള്ള ഒരു ദർശനമാണ്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ക്രിസ്തീയ ജീവിതം എന്നും സുഖം നിറഞ്ഞതല്ല. ഇറ്റ് ഈസ് നോട്ട് എ ലൈഫ് ഓഫ് എൻജോയ്മെന്റ്, ബട്ട് there can be troubles, there will be tough afflictions that we may have to go through. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കഷ്ടതയിൽ കൂടെ ആർക്കുമില്ലാത്ത വേദന എന്താ എനിക്കെന്നുള്ള സംശയത്തിൽ കൂടെ കടന്നു പോകുന്നവരോട് കർത്താവിന് ഈ വചനത്തിൽ കൂടെ പറയാനുള്ള സന്ദേശം കേൾക്കുവിൻ.
Our God is a God of mercies and is a God of all compassion. എന്താ? തന്റെ മക്കൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിക്കുകയല്ല ദൈവം, അവൻ മനസ്സലിവുള്ള ഒരു പിതാവാണ്. ആ മനസ്സലിവുള്ള പിതാവ് കഷ്ടതയിൽ അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകി നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്തിനാ? നമ്മൾ 3 കാര്യമാണ് നോക്കിയത്. ഒന്ന്, ആ ആശ്വാസം എനിക്ക് കർത്താവ് നൽകിയത് അനേകരുടെ ആശ്വാസത്തിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. സമാനമായ കഠിനപാതയിൽ കൂടെ കടന്നു പോകുന്ന അനേകർക്ക് ആശ്വാസമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ തീർക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി ഈ കഷ്ടതയുടെ പുറകിൽ മറഞ്ഞു കിടപ്പുണ്ട്. 2, കഷ്ടത നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താണ്? എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുകയാണ്. എല്ലാം നല്ലതായിരിക്കുമ്പോൾ ദൈവാശ്രയം കുറഞ്ഞുപോയി. പക്ഷെ ശരീരത്തിലെ ക്ലേശത, കുടുംബത്തിലെ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കാനുള്ള മുഖാന്തരമായിട്ട് അത് തീരുക. 3, അതിലൊക്കെ ഉപരിയായി ഈ ലോകത്തിലെ കഷ്ടത വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് നമ്മളുടെ വീടല്ല, നമ്മളുടെ വീട് നിത്യമായ ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ, ഇറ്റ് ഈസ് ഇൻസ്റ്റില്ലിംഗ് എ എറ്റേണൽ ഹോപ്പ് ഇൻ आवर ഹാർട്ട്സ്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ കഷ്ടതയുടെ പാതകൾ നേരിടുമ്പോൾ ഈ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസം, ആശ്രയം മനുഷ്യനിലല്ല, സ്വന്തം കഴിവിലല്ല, ദൈവത്തിൽ. പ്രത്യാശ ഇഹലോകത്തിലെ ഒന്നുമല്ല, ഇവിടുത്തെ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുമ്പോഴും നിലനിൽക്കുന്നതിലുള്ള പ്രത്യാശ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണാത്ത നിത്യമായതിലുള്ള ആശ്രയവും പ്രത്യാശയും കർത്താവ് ഇന്ന് പ്രഭാതത്തിലും നമ്മളുടെ ഹൃദയത്തിൽ ഇടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.